എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനയെ വിളിക്കാനായിട്ട് മുകളിലേക്ക് വരണ സമയത്താണ് ദേവേനി അനിയുടെ അനാമികയുടെ സംഭാഷണമൊക്കെ കേൾക്കണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അനാമികയാന്നുള്ള കാര്യം. കാരണം അനിയോട് പറയുന്ന വാക്കുകളൊക്കെ കേട്ടിട്ട് ദേവേനി ഞെട്ടിപ്പോയി. ഇവള് പാവത്താനെ പോലെ ഇരുന്നിട്ട് ഇപ്പോഴിങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊരു ചിന്ത ദേവേനയുടെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് അനിയോട് പറഞ്ഞു, എല്ലാത്തിനും കാരണമുണ്ടല്ലോ നിന്റെ ആ ഏട്ടത്തി എന്ന് പറയുന്ന അവളും പിന്നെ ആ നവ്യ എല്ലാരും കൂടെ ചേർന്നിട്ട് പുതിയ പ്ലാൻ തയ്യാറാക്കുന്നേ. ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടും വേളെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അനിയൊന്നും മിണ്ടില്ല. പെട്ടെന്ന് അനാമി പറഞ്ഞു, വല്യമ്മയ്ക്ക് അറിയാലോ, ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ നന്ദു ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ. എന്നിട്ട് ആ നന്ദുവിനെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റി. അത് ഇവനെ ഒറ്റയെടുത്തന കാരണം. അവൾ ഇങ്ങോട്ട് വന്ന് ഇവനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന് പറയണം. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? നന്ദു എന്ന് പറഞ്ഞാ ഈ പറയുന്ന നവ്യയുടെ നയനയുടെ അനീതിയല്ലേ ചോദിക്കുക. അപ്പൊ അവൾ ഇങ്ങോട്ടൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് വരണ്ടേന്ന് ചോദിക്കാം. ഓഹോ, ഇപ്പൊ വല്യമ്മ അവളുടെ ഭക്ഷത്താണെന്ന് നിൽക്കും. ഭക്ഷത്തല്ല, ഇവിടുത്തെ മുത്തശ്ശനും നിന്റെ മുത്തശ്ശി എല്ലാരും കൂടെ ചേർന്ന് തീരുമാനം എടുത്തല്ലേ. അപ്പൊ പിന്നെ ആ തീരുമാനത്തെ മറികടക്കാണ്ട് നമുക്ക് ആർക്ക് സാധിക്കില്ല. അവരൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ എന്ന് പറയാം. അത് കേട്ടപ്പോ അനാമി പറഞ്ഞു, എനിക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം തരും. വല്യമ്മയ്ക്ക് അത് അറിയാവുന്ന കാര്യമല്ലെന്ന് ചോദിക്കും. പെട്ടെന്ന് ദേവേനെ പറഞ്ഞു, പോട്ടെ മോളെ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. അവൾ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിക്കോളൂല്ലോ. പിന്നെ എന്തിനാ മോളിങ്ങനെ ഈ അടച്ചിട്ട് മുറിയിലിരിക്കുന്നേ? മോൾ ഇറങ്ങി വാ താഴേക്ക്. ദേ എല്ലാരും അവിടെ ഉണ്ട്. മോൾ ഇങ്ങനെ അടച്ചിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവുമെന്ന് പറയാ. പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ്. അനി പറഞ്ഞു, ഇപ്പൊ സമാധാനമായല്ലോ. നീ ഒറ്റയൊരുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നേ കണ്ടില്ലേന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ ഞാൻ എല്ലാത്തിനും കാരണക്കാരിയല്ലേന്ന് ചോദിക്കുക. പിന്നല്ലാതെ നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ആ നന്ദു വന്നിട്ട് അങ്ങോട്ട് പോയിക്കോളൂല്ലേ. അവൾ ഓരോ കുത്തത്തിരിപ്പും വെച്ചിട്ട് വന്നിരിക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടല എന്നൊക്കെ പറയണം. അതേടാ ചോണയുണ്ട നീ എന്നെ തല്ലാൻ പറയണം. തല്ലിയ നീ എന്ത് എവിടെയെന്ന് ചോദിക്കുക. തല്ലിയ ഞാൻ കാണിച്ചുതരാം. അനമ്മയാരാ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. എനിക്ക് ദേഷ്യം വന്നു. രണ്ടെണ്ണം കൊടുത്തിട്ട് പോകാൻ തോന്നിയതാ. പിന്നെ സ്വയം നിയന്ത്രിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ദേവേനി നേരെ നയനയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. നയനയുടെ അരിക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ നിന്നെ കാത്ത് നിന്റെ അമ്മയൊക്കെ താഴെ നിൽക്കുന്നുണ്ട്, താഴേക്ക് ചെല്ലാൻ പറഞ്ഞു പറയാം. ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, ഞാനും കൂടെ വരാന്ന് പറയണ. അല്ല നിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യമൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും ആദർശന് വീട്ടിലേക്ക് പോകണം. അല്ല അവരങ്ങനെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം നിന്നെ ഇട്ടിട്ട് പോകാനായിട്ട് അവൾക്ക് പറ്റില്ലല്ലോ. ഇനിയിപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടെ പിന്നെ ഇതേ ഇവന്റെ സങ്കടം ഞാൻ കണ്ടുവരും. അതുകൊണ്ട് വീട്ടിലേക്കൊന്നും പോണ്ട. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിന്റെ അമ്മയോട് 2 ദിവസം ഇവിടെ നിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടത് നയന പറഞ്ഞു, ഞാൻ പോകാനൊന്നും പോകുന്നില്ലമ്മേ. അതോർത്തോണ്ട് അമ്മ പേടിക്കണ്ട. ഇനിയിപ്പൊ അതിന്റെ പേരില് ഈ കുടുംബത്തിലൊരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് നയന താഴേക്ക് ഇറങ്ങി ചെല്ലുക. നയന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കന ചോദിച്ചു, മോളെ ഇപ്പോഴെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ലമ്മേ, ഇപ്പൊ ഏകദേശം റെഡിയായെന്ന് പറയണ. അതെ എന്തേലും ബുദ്ധിമുട്ടുണ്ടെ പറയണം കേട്ടോ എന്ന് പറയണ. ഗോവിന്ദൻ പറഞ്ഞു, മോളെ നീ ആരോഗ്യമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നീ ഫുഡൊന്നും നേരെ ചൊവ്വ കഴിക്കണില്ലാന്ന് തോന്നേ. അങ്ങനെയൊന്നും ഇല്ല, പഴയതുപോലൊന്നും അല്ലമ്മ. അമ്മയ്ക്ക് ദേഷ്യമാണെങ്കിലും അമ്മ എനിക്ക് നല്ലതായിട്ട് ഫുഡൊക്കെ തരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കി തരുന്നുണ്ടെന്ന് പറയാം. ഒരു പക്ഷെ ആദർശേട്ടനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, അതൊരു നല്ല കാര്യമല്ലേ ചേച്ചിന്ന് ചോദിക്കാം. അത് ശരി തന്നെയാ. പക്ഷേങ്കില് എന്താ അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടെ ആയിരുന്നെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സാരമില്ല, എല്ലാം ശരിയാകുന്ന ഒരു ദിവസം വരും. മോൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ മോളെ കൊണ്ടുപോയിക്കളാന്ന് പറയണം. അത് കേട്ടെന്ന് നയന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വരുക. ദേവേനിക്ക് ഒരു ടെൻഷൻ ഉണ്ട്. ഇനിയിപ്പൊ നയനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമെന്നൊരു ചിന്ത. വിളിച്ചു കഴിയുമ്പോൾ നയനെ അങ്ങനെ പോകുമെന്ന്. പിന്നീട് ദേവേനി വന്നിട്ട് പറഞ്ഞു, അല്ല നിനക്ക് ഇനിയിപ്പം ഇവിടെ നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് അതിനോട് ചോദിക്കുക. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലമ്മേ, ഞാനിവിടെ നിന്നോളെന്നും അറിയാം. അത് കേട്ടപ്പോഴാ ദേവേനിക്കൊരു സമാധാനമായത്. പിന്നീട് ഗോവിന്ദനും കനകയൊക്കെ കൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അനി നന്ദുവിനെ ഒന്ന് നോക്കുകയാണ്. പിന്നീട് നന്ദു എന്ന് അനിയോട് എന്ന് ശരി പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് യാത്ര പറയാണ്. അനി പറഞ്ഞു പിന്നീട് കാണാന്ന് പറയണം. കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പോയില്ല. നന്ദു അവരുടെ കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും എനിക്ക് ആ പാടെ സങ്കടമായിപ്പോയി. ആദർശ് പറഞ്ഞു, അതെ ഇടയ്ക്ക് നമുക്ക് വീട്ടിൽ പോവാം. ഇനി അമ്മേനെ കാണണമെങ്കിൽ ഇടയ്ക്ക് പോയി നിൽക്കാം, അല്ലെങ്കിൽ അമ്മേനെ ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്യാലോ എന്ന് പറയാ. നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം. എനിക്ക് വിഷമമൊന്നുമില്ല ആദർശേട്ടാന്ന് പറയണം. ഇനിയിപ്പം എപ്പോഴാന്ന് പറഞ്ഞാലും അവർക്ക് ഇങ്ങോട്ട് വരാലോ, അല്ലെങ്കിൽ എനിക്കാണെങ്കിലും അങ്ങോട്ട് പോകാലെന്ന് പറയാം. പക്ഷെ പോകുന്ന വഴിക്ക് ഗോവിന്ദനും കനയ്ക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു.
നയനയുടെ കാര്യം ഓർത്തിട്ട്. പാവം സർജറി കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് നാളല്ലേ ആയുള്ളൂ. ഇനിയിപ്പോൾ അവൾക്ക് ഇവിടെ വേദനയും വിഷമം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓർക്കോ നയനയും കൂടെ കൂട്ടിക്കൊണ്ടോ പോന്നാൽ മതിയായിരുന്നു എന്ന് ഗോവിന്ദൻ പറയാണ്. കനക കുറച്ച് തൽക്കാലത്തേക്ക് അവളവിടെ നിൽക്കട്ടെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദർശമാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. ആ കാര്യം ഓർത്തിട്ട് നമുക്കൊരു വിഷമം വേദനയൊന്നും വേണ്ടെന്ന് പറയണം. പിന്നീട് മുത്തശ്ശൻ മരണാനന്തര ചടങ്ങുകളൊക്കെ നടന്നതിന് ശേഷം വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മരിച്ചുപോയത്. പിന്നീട് വസുന്ധര മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയണേ. അബിയുടെ ചൊറിച്ചിലിനെ കുറിച്ചും എല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിലും അതങ്ങനെയാ, നല്ലൊരു ചടങ്ങ് വെക്കണ സമയത്ത് അത് എന്തേലും കാണിച്ചു മുടക്കാനായിട്ട് ആരെങ്കിലും ഇറങ്ങിത്തിരിക്കും. ഇതിന്റെ പിന്നെ മിക്കവാറും ആ ജലജയ്ക്ക് ആയിരിക്കും എന്ന് പറയാം. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തേലും പറയാൻ പറ്റുമോ? അത് ശരിയാ, ചിലരങ്ങനെയാ. പട്ടിയുടെ വാല് 12 കൊല്ലം കൊല്ലിട്ടാലും നിവരില്ലെന്ന് പറഞ്ഞു വരിക. എത്രയെന്ന് വെച്ചാൽ നമ്മൾ പറയണേ വസുന്ധരെ. ഇനി നമുക്ക് തല്ലാനും അടിക്കാനും പറ്റുന്ന പ്രായമൊന്നും അല്ല അവരെ നീ പറയണം. അത് ശരി തന്നെയാ. എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ. നല്ല രീതിയിൽ കുടുംബം പോകുന്ന സമയത്ത് ആ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഏതൊരു വിഷജന്തുക്കൾ കാണുമെന്ന് പറയാം. അവരെ നമ്മൾ തുടച്ചു നീക്കുകയോ ചെയ്യേണ്ട ആ കുടുംബത്തിൽ നിന്ന് തന്നെ, അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് ഫംഗ്ഷനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം വസുന്ധര മുത്തശ്ശി പറഞ്ഞു, ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എങ്കിൽ അനാമിക മോളുടെ മുഖത്തൊരു തെളിച്ചില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നന്ദു വന്നിട്ടുണ്ടായിരുന്നു. നന്ദു വന്നതിന്റെ പേരിൽ അവളുടെ മുഖം കനത്ത് തന്നെ ഇരുന്നേന്ന് പറയാം. അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല. കാരണം നന്ദു വന്നും പറഞ്ഞുകൊണ്ട് അനാമിക്ക് മുഖം വെറുപ്പിക്കേണ്ട കാര്യമില്ല. അവളോട് ആദ്യമേ പറഞ്ഞ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവൾ ഈ ഫംഗ്ഷനിൽ നിന്ന് മാറി എന്നോളെ. അവളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പ്രിയപ്പെട്ടവരെയൊക്കെ മാറ്റിയിരുത്തേണ്ട കാര്യം നമുക്കുണ്ടോ? ഇല്ലല്ലോ. ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി ഈ കുടുംബത്തിലുള്ള ബാക്കി പലരെയും നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതിന്റെ ഒരു കാര്യമില്ല വസുന്ധരെ. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയാം. അല്ലെങ്കിലും അവളുടെ ഭർത്താവിനെ നേരെയാക്കേണ്ടത് അവളുടെ ചുമതലയാ. അല്ലാതെ ഈ പറയുന്ന നന്ദുവിന്റെയോ നവിയുടെ നയനയുടെ ആരുടെ സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ആരുടെയും കാര്യമല്ല അതെന്നൊക്കെ പറയുവാണ്. പിന്നീട് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അബിയാണ് ചൊറിഞ്ഞു പിടിച്ച് ഒരു പരുവത്തിനിരിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് കയറി വന്നു. നിനക്കിട്ട് കിട്ടേണ്ട പണി തന്നെയാണ് കിട്ടിയത്. എനിക്കറിയാടാ, എനിക്കിട്ട് നിന്റെ അമ്മ വെച്ച പണിയാന്ന്. പക്ഷെ നിനക്കിട്ട് കിട്ടിയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണ. ഇടി നീയ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ഈ ചടങ്ങിനും താല്പര്യമില്ലായിരുന്നല്ലോ, ദയവായിട്ട് നിനക്ക് തന്ന. അല്ലെങ്കിൽ ആ ജ്യൂസ് ഞാൻ കുടിച്ചായിരുന്നെങ്കിലോ, ഇപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ചൊറിഞ്ഞു മരിച്ചാണ്. ദൈവത്തിനറിയാം എന്റെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ആ സമയത്ത് ഭഗവാൻ എന്റെ മനസ്സിലേക്ക് വന്ന് ആ ജ്യൂസ് നിനക്ക് തരീച്ചേ. അല്ലായിരുന്നെങ്കിലോ ആ ജ്യൂസ് കുടിച്ച് ഞാൻ ഇവിടെ കിടന്നോ ഓട്ടപ്രദക്ഷിണം ചെയ്യേണ്ട വരത്തില്ലായിരുന്നു ചോദിക്കാം. അത് ശരി തന്നെയാ, പക്ഷേങ്കിലെന്ന് പറഞ്ഞിട്ട് അബി അങ്ങ് നിർത്തുവാണ്. അബിക്ക് നല്ല പറയേണ്ടത് തോന്നി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അബിനെ ചൊറിയുവാണ്. എടാ നന്നായിട്ട് കിടന്ന് ചൊറിയ. ഇനിയിപ്പൊ ചൊറിച്ചിൽ മാറിയില്ലെങ്കിൽ നീ അമ്മേനെ വിളിക്കുന്നിന്റെ. അമ്മേനെ വിളിച്ചിട്ട് നന്നായിട്ട് ഒന്നൊന്ന് മാന്തി തരാൻ പറ. അവർക്കല്ലേ ഇച്ചിരി ചൊറിച്ചിലും കടിയും കൂടുതല്, അവരും വന്ന് മാന്തി തരട്ടെ എന്നൊക്കെ പറയാം. അത് കേട്ടോ അബി പറഞ്ഞു, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണ. എന്ത് നീ എനിക്കിട്ട് എന്ത് ചെയ്താലും ഒന്നും ഏശില്ലടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇതുപോലെ നിനക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കും, ഇനിയും കിട്ടും. ഇതൊന്നും ആയിട്ടില്ലെന്ന് പറയണ. നിന്നെ ഞാൻ കാണിച്ചു തരാടിന്നൊക്കെ അബി വെല്ലുവിളിക്കുകയാണ്. പിന്നീട് നവ്യ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും നയന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നയന പറഞ്ഞു, എങ്ങനെയുണ്ട് നവ്യേച്ചി ഇപ്പം? കുഴപ്പമൊന്നുമില്ല, അവൻ നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ഇത്തിരി അവന് ചൊറിയേണ്ട കാര്യമുണ്ട്. അവൻ ഈ ചൊറിച്ചിൽ പോരാ, കുറച്ചുകൂടെ ചൊറിയണ്ട. അവന്റെ കയ്യിൽ പത്രം നല്ല എന്ന് പറയണം. അവൻ കാണിക്കാൻ കൊള്ളുന്ന പണിയാണോ ചെയ്തേന്ന് ചോദിക്കുക. ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ അവൻ ചെയ്തേന്ന് ചോദിക്കുക. ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ വയറ്റിലൊരു കുഞ്ഞെങ്കിലും ഉണ്ടെന്നോർത്ത് അവര് അതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണ്ട. എന്നിട്ട് അതുപോലും അവർ ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറയണം. ഈ സമയം ജാനകിയും ജലജയും കൂടെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ചക്കിന് വെച്ചത് കൊക്കിനോടൊന്നൊരു അവസ്ഥയായിപ്പോയി. നവിക്കിട്ട് വെച്ചാണ്, പക്ഷെ അത് അബിക്കിട്ട കൊണ്ടേ. അല്ലേലും അങ്ങനെയാ, അവൾക്കാണെങ്കിൽ ഭയങ്കര ആയുസുള്ള കൂട്ടമാന്ന് ജലജ ജാനകിയോട് പറയാ. നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും അവൾക്ക് അത് ഏശില്ലോ. അവസാനം എന്റെ മോന് തന്നെ അത് കിട്ടിയില്ലെന്ന് ചോദിക്കുക. ജാനകി പറഞ്ഞു, നമുക്ക് ഇനിയൊരു അവസരം കിട്ടുമെന്ന് പറയാം. എന്നാലും ഏട്ടത്തേക്ക് ഇത് എന്തു പറ്റിയെന്ന് അറിയത്തില്ലാത്ത. ഏട്ടത്തിന്റെ സ്വഭാവത്തിൽ തന്നെ നല്ല മാറ്റം. ഏട്ടത്തി പഴയ ആളെ അല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ നയനയുടെ വീട്ടുകാരുടെ എന്ത് സ്നേഹത്തോടെ പെരുമാറിയെന്ന്. പോരാത്തന് നയനെ അങ്ങ് ചേർത്ത് പിടിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മരുമോളെ അംഗീകരിച്ച മട്ട. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ഒരു കുശലം പറിച്ചില്ല? അല്ല ഏട്ടത്തി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏട്ടത്തിക്ക് ഇത് എന്താ പറ്റിയത്? ഏട്ടത്തിയുടെ ആ മരുമോളുണ്ടല്ലോ നയന, അവള് കാരണമല്ലേ ഏട്ടത്തിക്ക് അവസ്ഥയുണ്ടായത്. ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നു. അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി. മരണത്തെ മുഖാമുഖം കണ്ടിട്ട് വന്നതല്ലേ. പിന്നെ ഇനി എന്തിനാ അവളെപ്പോലുള്ള ഒരുത്തിനെ ഈ വീട്ടിൽ നിർത്തുന്നേ? അവളെ ഏട്ടത്തിക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൂടെ? ഏട്ടത്തി അവളെ എന്തിനാ സ്നേഹിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ദേവേന് പറഞ്ഞു, എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ആദർശിന്റെ ഭാര്യയല്ലേ അവള്.
ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ആദർശനെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ആദർശിന് വിഷമാവും. ഞാൻ അവന്റെ സന്തോഷത്തിന് മാത്രം ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് പേര് നയനെ വെറുത്തെന്നോർത്തുണ്ട് ഇവിടുത്തെ ആണുങ്ങളും ഈ പറയുന്ന അമ്മയും എല്ലാവരും നയനെ അത്രയ്ക്കധികം ഇഷ്ടപ്പെടുന്നവരാ. ഒരു പക്ഷെ നയന ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ആദർശിന്റെ സ്വഭാവം അറിയാലോ. അവൻ പിന്നെ എന്തിനും മടിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നയന വന്നതിന് ശേഷം അതിന്റെ മുഖത്ത് ഞാനൊരു ചിരിയെ സന്തോഷമൊക്കെ കണ്ടേ. വെറുതെ എന്തിനാ ഇനി അവന്റെ സന്തോഷം ഞാനായിട്ട് കെടുത്തുന്നേ. അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചതെന്ന് പറയണം. അവളെ പറഞ്ഞുകൊണ്ടാ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വെച്ചത്. ഇത് കേട്ടപ്പം ജലജ പറഞ്ഞു, എന്നാലും ഇത് ഇത്തിരി കടന്നു കൈയായി പോയിട്ടോ ഏട്ടത്തി. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അനാമിക മോളോട് പോലും ഏട്ടത്തിക്ക് ആ പഴയ സ്നേഹമൊന്നും കാണുന്നില്ല. നേരത്തെ ഉള്ളം കൈ കൊണ്ടുനടന്നല്ലേന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇപ്പൊ എന്റെ അവസ്ഥയും കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ പിടിപ്പത് പണിയുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തണം. അതിന്റെ ഇടയ്ക്ക് എവിടെ സമയം എന്നൊക്കെ പറയാണ്. ആ സമയം അനാമിക കട്ട കലിപ്പാണ്. അനാമിക എന്ത് ചെയ്യണം, ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് അങ്ങോട്ട് വരുവാണ്. പുറത്തേക്ക് വന്നിട്ട് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. അവള് ആ നന്ദു വന്നതിനെ വെല്ലു വിളിക്കുന്ന പോലെ നോക്കിയിട്ടാ പോയിരിക്കുന്നേ. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, മോളെ നിനക്കൊരു പണി കൊടുക്കാൻ മേലാന്ന് ചോദിക്കും. എന്ത് പണി? എനിക്ക് വല്ല പണി കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ? അച്ഛനും അമ്മയ്ക്കും അവിടെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്റെ ജീവിതം അവിടെ തകർന്നുകൊണ്ടിരിക്കണം എന്ന് പറയണം. എടി മോളെ, നീ എങ്ങനെയല്ല അനിയെ ഒന്ന് കയ്യിലെടുക്കാൻ നോക്ക്. എങ്ങനെ കയ്യിലെടുക്കാനാന്ന് പറ. അതിനുണ്ടല്ലോ രണ്ട് പിശാശുക്കള്, ആ നവ്യ നയനെന്ന് പറയുന്നവൾമാര്. അവൾമാർ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും പറ്റില്ല അമ്മയെന്ന് പറയാണ്. ഇന്ന് തന്നെയാണെങ്കിലും ആ നവ്യക്കിട്ടൊരു പണി കൊടുക്കാൻ തുടങ്ങിയതാ ഇവിടുത്തെ എൻ്റെ അമ്മ. പക്ഷെ അതൊന്നും നടന്നില്ല. എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയിപ്പം ആൾമാർക്കിട്ട് പെട്ടെന്ന് പണി കൊടുത്ത് ഓടിച്ചു വിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയണം. രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമ്മൾ എന്തെങ്കിലും മാർഗം പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. ആ നവ്യ എന്ന് പറയുന്നവള് അവൾക്ക് ഭയങ്കര അഹങ്കാരം അമ്മയെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവളുടെ വയറ്റി വരുന്ന കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഇല്ലാതാക്കിയേക്കാന്ന് പറയാം. ഈ സമയമാണ് നവ്യ അതിലൂടെ കറങ്ങി തിരിഞ്ഞു വരുന്നത്. നവ്യ നോക്കുമ്പോഴത്തേനും ഭയങ്കര ഫോൺ ചെയ്താണ് അനാമിക. പെട്ടെന്നാണ് നവ്യ തന്റെ പേരൊക്കെ പറയുന്നത്. ഇവളെന്തിനാ തന്നെ പേര് പറയണേ, തന്റെ പേര് പിടിച്ച് ആരോടാ പറയണേ എന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴത്തേനും അനാമിക പറയാം, ഇന്നാളും നമ്മളൊന്ന് ശ്രമിച്ചല്ലേ അവളുടെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട്, ആ പാലിനകത്ത് വിഷം കലർത്തിയിട്ട്. പക്ഷേങ്കില് അന്ന് അവള് രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അവള് രക്ഷപ്പെടില്ല എന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അങ്ങനെയാണ് ഇവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവളുടെ അമ്മ എല്ലാരും കൂടെ ചേർന്ന് കളിച്ചൊരു കളിയായിരുന്നത് തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട്. എന്നാൽ ഇവളൊരു പെണ്ണായിട്ട് ഇവൾക്ക് എങ്ങനെ ഈ ദുഷ്ടത്തരം കാണിക്കാനായിട്ട് തോന്നി. പിന്നീട് അനാമിക ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. നവ്യ എന്നിട്ട് പറഞ്ഞു, എനിക്കും മനസ്സിലായെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക പറഞ്ഞു, എന്ത് മനസ്സിലായെന്ന്? നീ നിന്റെ അനിയത്തിനെ ഇവിടെ കയറ്റാനായിട്ട് ശ്രമിക്കുക അല്ലേന്ന് ചോദിക്കുവാണ് തിരിച്ച് നവ്യോട്. നവ്യ പറഞ്ഞു, അതേടി എന്റെ അനിയത്തിനെ ഇവിടെ കയറ്റിന്നിരിക്കും. അതിന് നിനക്കപ്പം എന്താന്ന് ചോദിക്കണം. കാണിച്ചാരാടി നിന്റെ ചടങ്ങിനാന്നും പറഞ്ഞ അവൾ ഇങ്ങോട്ട് വന്ന്. എടി നീ ഇനി എന്ത് കാണിക്കാനാ? നിന്നെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? കാരണം തീർത്ത് മൂന്നാളിനെ അങ്ങോട്ട് പൊട്ടിക്കുവാണ് അനാമികയുടെ. നീ എന്തിനാടി എന്നെ തല്ലിയെന്ന് ചോദിക്കുക. എന്തിനാന്ന് നിനക്ക് മനസ്സിലായില്ലല്ലേ? നിന്റെ ചതി ഞാൻ തിരിച്ചറിഞ്ഞടി. നീ എന്ത് വലിയ കള്ളത്തരം എത്രയും കാലം കാണിച്ചെന്ന്. ഈ കുടുംബത്തെ കാണിച്ചു വെച്ച ദുഷ്ടതരം. അങ്ങനെ നിന്നെ വെറുതെ വിടാൻ പോകുന്നിടന്ന് മറിച്ച് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. നവ്യയുടെ കൈ കൊണ്ട് അടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അനാമിക അവിടെ സെറ്റിയിലേക്ക് വീഴുവാണ്. നിനക്ക് മനസ്സിലായില്ലേ എന്തിനാ നിന്നെ തല്ലിയെന്നില്ലേ? നിനക്ക് മനസ്സിലാക്കിയാൻ തരാടി എന്ന് പറയണം. നിന്റെ ചതി, നീ നിന്റെ അമ്മ എല്ലാരും കൂടി ചേർന്ന് എന്റെ വയറ്റി വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? നിന്നെ ഞാൻ വെറുതെ വെടുത്തില്ലടി. ഇനിയിപ്പം നിന്നെ തല്ലിയെന്നെങ്ങാനും നീ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എല്ലാരും തിരക്കുമ്പോ നിന്റെ ചതിയുടെ കഥ ഞാൻ അങ്ങോട്ട് പറയും. നീ ചുണയുണ്ട ചെന്ന് പറയടി എന്ന് പറയാണ്. ഇത് കേട്ടതും എന്ത് ചെയ്യണമെന്നറിയില്ലാതെ അനാമിക ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.